പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ടെടുക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പിലത്തെ മലയാള മനോരമ പേപ്പറിൽ ഒരു വാർത്ത വന്നിരുന്നു. അത് നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മരുന്ന് വിൽക്കുന്ന സംസ്ഥാനം കേരളമാണത്രേ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ആ മരുന്ന് ഉപയോഗത്തിന് എന്തെങ്കിലും നമുക്കൊരു പരിഹാരം കാണാൻ പറ്റുമോ? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കേരളീയർ കൂടുതലും മരുന്നുകൾ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രോഗികൾ കൂടുതലുള്ളതും കേരളത്തിലാണ് എന്നുള്ളതാണ്. ഏത് ജീവിതശൈലി രോഗമെടുത്താലും അതിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ പ്രമേഹം ഇന്ന് വളരെ സാധാരണയാണ്. കേരളത്തിൽ 5-ൽ 3 പേരും പ്രമേഹ രോഗികളാണ്. അതുപോലെ തന്നെ നമ്മൾ ഉയർന്ന BP എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് കേരളത്തിലുള്ളവരിൽ 70% ആൾക്കാരും ഉയർന്ന BP ഉള്ളവരാണ്. മറ്റു പല രോഗങ്ങളുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഹൃദയാഘാതം കേരളത്തിലുണ്ടാകുന്നു, സ്ട്രോക്ക് കൂടുതലായിട്ടുണ്ടാകുന്നു. ക്യാൻസർ രോഗികളുടെ എണ്ണവും കേരളത്തിൽ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ രോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൂടി വരികയാണ്. അതായത് ഒരു രോഗിയെങ്കിലും ഇല്ലാത്ത ഒരു വീട് പോലും ഇന്ന് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി ആയിരിക്കില്ല. പല വീടുകളിലും 1-ൽ കൂടുതൽ രോഗികളുണ്ടത്രേ. ഭർത്താവിന് സ്ട്രോക്ക് വന്ന് കിടക്കുവാണ്, ഭാര്യയ്ക്ക് അതേ സമയത്ത് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അങ്ങനെ സ്ട്രോക്ക് ക്യാൻസറും ഒരേ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു വീടുകളിൽ തന്നെ പല രോഗികളാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അപ്പോൾ അവരെല്ലാം ആ രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ സ്ട്രോക്ക് വന്ന ആൾക്ക് 4-5 കൂട്ടം മരുന്ന് കഴിക്കണം. അതുപോലെ തന്നെ ക്യാൻസറിനുള്ള ചികിത്സയ്ക്കുള്ള കീമോതെറാപ്പി മരുന്ന് കഴിക്കണം. അപ്പോൾ ചില രോഗികളാകട്ടെ ഒരു ദിവസം തന്നെ 8-10 കൂട്ടം മരുന്നുകൾ കഴിക്കുന്ന നിരവധി പേര് നമ്മുടെ വീടുകളിലുണ്ട്. അപ്പോൾ അവർ ഒരു നേരം തന്നെ 3-4 ഗുളിക കഴിക്കുന്നു. അത് രാവിലെ കഴിക്കുന്നു, ഉച്ചയ്ക്ക് കഴിക്കുന്നു, വൈകിട്ട് കഴിക്കുന്നു. അപ്പോൾ മരുന്നുകളുടെ ഒരു കൂമ്പാരമാണ് പല രോഗികളും ഇന്ന് കഴിക്കുന്നത്. ഇനിയും മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ആവശ്യമില്ലാതെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. അതായത് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കാറുള്ളൂ. ഒരു ചെറിയ ജലദോഷം അല്ലെങ്കിൽ ഒരു ചെറിയ പനി വന്നാൽ പലപ്പോഴും ആൾക്കാർ മെഡിക്കൽ സ്റ്റോറിൽ ഓടിച്ചെല്ലുന്നു, അവിടുന്ന് അതിനുള്ള മരുന്നുകൾ മേടിക്കുന്നു. ഡോക്ടറെ പോലും കാണാതെയാണ് പലപ്പോഴും ഓൺ ദ കൗണ്ടർ മരുന്നുകൾ വിൽക്കുന്നത്, മേടിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. പിന്നെ ഈ മരുന്നുകൾക്കൊക്കെ റിയാക്ഷൻ ഉള്ളതാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ മരുന്നുകൾക്കൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാകാം. നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോളിനും പോലും സൈഡ് എഫക്റ്റ് ഉണ്ട്. അതായത് പാരസെറ്റമോളിൻ്റെ സൈഡ് എഫക്റ്റ് ഡോസ് റിലേറ്റഡ് ആണ്. അതായത് നമ്മളൊരു 10-15 പാരസെറ്റമോൾ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ലിവറിന് അത് പ്രശ്നമാകാം. അങ്ങനെ സംഭവിച്ച എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പനിക്ക് വേണ്ടി പാരസെറ്റമോൾ 5-6 എണ്ണം വീതം 3-4 ദിവസം അടുപ്പിച്ച് കഴിച്ചു. അവസാനം അയാൾക്ക് മനംമറിച്ചിലോ ഛർദിയോ ഒക്കെ വന്ന് ആശുപത്രിയിൽ പോയി ലിവർ എൻസൈം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ലിവർ എൻസൈം കൂടിയതായിട്ട് മനസ്സിലായത്. പാരസെറ്റമോൾ നിർത്തി അയാളുടെ ലിവർ എൻസൈം പഴയപടിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ കൊണ്ട് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് അത് മറ്റ് രോഗങ്ങളിലേക്ക് നയിക്കാം. പലപ്പോഴും അതിനെ ഇയാട്രോജനിക് ഡിസീസ് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസീസ് വന്നാൽ അന്നേരവും നമ്മൾ പിന്നെ അതിനുള്ള മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോഴും നമ്മുടെ മരുന്നിൻ്റെ ചിലവ് മെഡിക്കൽ സ്റ്റോറിലെ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും പലരും ഡോക്ടർമാരുടെ അഡ്വൈസ് ഇല്ലാതെയാണ് ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ്, പ്രോട്ടീൻ പൗഡർ തുടങ്ങിയവയൊക്കെ മേടിച്ച് യഥേഷ്ടം കഴിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മസിലിൻ്റെ വലിപ്പത്തിന് വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പ്രോട്ടീൻ പൗഡർ മേടിച്ച് അവർ സ്വയം കഴിക്കുകയാണ്. ഡോക്ടറുടെ അഡ്വൈസോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ ഒന്നും ചിലപ്പോൾ അതിനാവശ്യമില്ല. അതില്ലാതെ തന്നെയാണ് അവർ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത്. ചിലരൊക്കെ ആനബോളിക് സ്റ്റിറോയിഡ് ചേർന്ന ചില മരുന്നുകൾ പെട്ടെന്ന് വണ്ണം വെക്കാനും വലിപ്പം വെക്കാനും ഒക്കെയുള്ള ആനബോളിക് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. അവിടെയും ഡോക്ടറുടെ അഡ്വൈസ് മൂലമല്ല. അതുപോലെ തന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് ഒരു ജലദോഷപ്പനി വന്നു അല്ലെങ്കിൽ ഒരു ചെറിയ ചുമ വന്നു, ചിലപ്പോൾ അത് വൈറസ് മൂലം ഉണ്ടാകുന്നതാണ്. അതിന് ആൻറ്റിബയോട്ടിക് ആവശ്യമില്ലാത്തതാണ്. എങ്കിലും പലരും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ആൻറ്റിബയോട്ടിക് മേടിച്ച് കഴിക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം എന്ന് നമ്മുടെ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ചില ഗൈഡ് ലൈൻസൊക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ അങ്ങനെ നമ്മൾ സ്വയം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ
പിന്നെ ആ വ്യക്തിക്ക് ആ ആൻറ്റിബയോട്ടിക് മറ്റൊരു സന്ദർഭത്തിൽ ആവശ്യമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ അത് പിടിക്കാതെ വരും. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരുന്നുകൾ ചിലവാകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കൂടി നമ്മൾ ആലോചിച്ചിരിക്കണം. അതിന് നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ കൂടുതലായിട്ട് ചിലവാക്കണം എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ നമ്മൾ രോഗങ്ങൾക്ക് പിടികൊടുക്കാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ടി വരത്തില്ല, നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരത്തില്ല, മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ഉണ്ടാകത്തില്ല. നമ്മുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിന് നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് നമ്മുടെ ആഹാര ക്രമീകരണത്തിൽ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ധാരാളം അറിയാം. അതിനെപ്പറ്റിയൊക്കെ ധാരാളം വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റി വെക്കണം. ഈ 2 കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ രോഗികളാകിയില്ല. നമുക്കുള്ള രോഗം പലപ്പോഴും നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും, മരുന്നുകളില്ലാതെ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. അത് നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു മുതൽക്കൂട്ടാകും. അപ്പോൾ ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.